പുതിയൊരു വീടിക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞല്ല, ഇന്ന് ജനുവരി 26 റിപ്പബ്ലിക് സ്വാതന്ത്ര്യദിനമൊക്കെ നമ്മളിങ്ങനെ വീട്ടിങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് പരിപാടി വേറൊന്നുമില്ല, വണ്ടി ഒന്ന് കഴുകണം. അതാണ് മെയിൻ കാര്യം. വണ്ടി ഒന്ന് കഴുകാൻ പോകണം. കഴിഞ്ഞാഴ്ച വണ്ടി കഴുകാൻ പോകണമെന്ന് പറഞ്ഞ് നടന്നില്ല. നമ്മുടെ ഫ്രണ്ട്സൊന്നും ഇല്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഇങ്ങോട്ട് പോകണം. അവൻ്റെ വണ്ടിയിൽ കാണും രണ്ട് തുണി കഴുകുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ അടുത്തുള്ള ആ ഡാമിൽ തന്നെ മനസ്സിലാക്കും. അപ്പോൾ നമ്മൾ രാവിലെ അതൊക്കെ നമ്മൾ കഴുകി. പിന്നെ വീട്ടുകാരില്ല, അമ്മ പണിക്ക് പോയി. ഞായറാഴ്ച എനിക്ക് വെച്ച് പണിയുണ്ടായിരുന്നു. എനിക്ക് മുളക് ഉറപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഇന്ന് പണിയില്ലായിരുന്നു, ഇന്ന് ഞായറാഴ്ചയില്ല. അപ്പോൾ പിന്നെ വണ്ടിയൊക്കെ ഒന്ന് കഴുകാൻ പറ്റി. സംഭവം എന്ന് പറഞ്ഞില്ല, വീട്ടിൽ വെറുതെ സമയത്ത് തോന്നിയൊരു ഐഡിയ ആയിരുന്നു വണ്ടി കൊണ്ട്. രാവിലെ അമ്മ കുറച്ച് പണി നിന്നു. പണി പറഞ്ഞില്ല, ഇതാണ് ഞങ്ങളുടെ കൊച്ചു മണിമാളിക. രാവിലെ അമ്മ പണി എന്ന് വെച്ചാൽ അമ്മ ഒന്ന് വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അരിയടപ്പിടാൻ പോയി. ഞാൻ പണ്ട് അരിയടപ്പിലൊക്കെ ഇട്ട് വീണ്ടും അരി തിളച്ചു. ഇനിയൊന്ന് അരിയൊന്ന് വാങ്ങണം, അതാണ് വേണ്ടത്. ഇതൊക്കെയാണ് രാവിലത്തെ പരിപാടി. രാവിലെ അമ്മ ഇട്ടിട്ട് പോയിരിക്കുക, അതാണ് ഞാൻ ഉറക്കപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പരിപാടി. ഇന്നത്തല്ല, വേറൊന്നുമില്ല. ഇതാണ് നമ്മുടെ കൊച്ചു മണിമാളിക. നമ്മുടെ മണിമാളികയാണ് ഇത് കേട്ടോ. ഇതാണ് നമ്മുടെ മണിമാളിക, കണ്ടില്ലാത്തവർക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇനി നമ്മുടെ ഫ്രണ്ട് ഇപ്പോൾ വരും. ഞാൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വരാമെന്നാണ് പറഞ്ഞത്. അതായത് ഞാൻ അങ്ങനെ നേരെ നമ്മൾ ആറ്റിലോട്ട് പോകാം. അപ്പോൾ ബാക്കി വീഡിയോ ഒക്കെ അവിടെ വന്നിട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ ആറ്റിലോട്ട് പോകാൻ പോകും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പറഞ്ഞത് നീ തുണിയും കാര്യങ്ങളൊക്കെ തങ്ങുക, അവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ ചെറിയ മണിമാളിക ഒന്ന് അടയ്ക്കാം. ഇതാണ് ഞങ്ങൾ മണിമാളിയുടെ കുറ്റിയൊക്കെ അടച്ച്. തുണിയെന്ന് പറഞ്ഞാൽ എനിക്കതിൻ്റെ ഇതേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല. തുണി എടുത്ത് പിന്നെ സോപ്പ് എടുക്കണം. തുണി കഴുകുള്ള സോപ്പ് കൊച്ചു സോപ്പ് എടുക്കുന്നത് കുഴപ്പമില്ല. ഈ സോപ്പ് അടുത്ത കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ സോപ്പൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ശരിയെന്നാ നമ്മൾ ആരിലോട്ട് പോകണം. നോക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ അടുത്ത് തന്നെ, ഒരുപാട് ദൂരമൊന്നുമില്ല, അത്യാവശ്യം അടുത്ത് തന്നെ. നമ്മൾ നേരെ വന്നു കഴിഞ്ഞാൽ താഴെ റോഡുണ്ട്. ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ കരുവുണ്ട്, ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ മണ്ണൂർ ആ റൂട്ട്. അപ്പോൾ നമ്മളിത് നേരെ ആറ്റി ചെന്നിട്ട് കാണാം. നമ്മളിപ്പോൾ ആറ്റി എത്തിയിട്ടുണ്ട്. ഇതാണ് സ്ഥലം, നല്ലതാണ്. നമ്മളിവിടെ ചെക്ക് ഡാം എന്ന് പറയും. ഇതാണ് ചെക്ക് ഡാം. ഇവിടെ തന്നെ ഒരുപാട് ആൾക്കാരൊക്കെ വണ്ടിയൊക്കെ ഇടുന്നുണ്ട്. ഇത് നമ്മുടെ വീണ്ടൊക്കെ അങ്ങനെ മേൽവശത്തുള്ള ചെറുക്കനാണ്. അത് നല്ല സ്കൂട്ടിയെ കൊണ്ട് കഴിയുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട് ഇപ്പോൾ വരുമെന്ന് പറഞ്ഞ് അങ്ങനെ കാണുന്നില്ല. അതൊക്കെ വരും. അതുകൊണ്ട് ഇതാണ് ആറ്റിലോട്ടുള്ള വഴി. ഈ റൂട്ടൊക്കെ ഒന്ന് കറിയായിരിക്കും. ഞാൻ ഇടയ്ക്ക് കാണിച്ചിട്ടുള്ള വീഡിയോ, ഒരു 220 എഴുതാൻ വരുന്നതിൻ്റെ അവനാണ് വരുന്നത്. 220 കൊണ്ടുള്ള അവനാണ് വരുന്നത്, ബിജോയ്. അപ്പോൾ അവനാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ചെക്ക് ഡാം. വണ്ടിയിൽ നിന്ന് വരുമ്പോൾ പിന്നെ തുണി ഒരുപാടൊന്നുമില്ല. കണ്ടോ, 2 പാൻറ്റൊക്കെ ഉണ്ട്. തുണി അങ്ങനെ ഒരുപാടൊന്നുമില്ല. അപ്പോൾ അത് വേണം. ചെറുക്കന്തോ വരുന്നു ഗൈസ്, ചെറുക്കന്തോ വരുന്നു. നമ്മുടെ ചെറുക്കനും വരുന്നുണ്ട്. എത്തി ഗൈസ്, ചെറുക്കനെത്തി ഗൈസ്. നമ്മുടെ മറ്റേ വണ്ടി വന്നത് 2 വണ്ടിയിൽ നിന്ന് കഴുകണം. ഇത് 2 വണ്ടി ഇന്നത്തെ പരിപാടി. അപ്പോൾ നമുക്ക് നേരെ ബാക്കി വീഡിയോ പിന്നെ കാണാം. നമ്മളവിടെ ആറ്റി എത്തി. നമ്മുടെ ചെറുക്കന്നാണ്ട് ഇവിടെ നിന്ന് തുണിയൊക്കെ കഴുകുന്നു. ഇന്ന് പെട്ടെന്ന് ആവട്ടെ, ശാന്ത അങ്ങോട്ട് സ്പീഡില്ല നിനക്ക്. അതുകൊണ്ട് അവിടെ കുറച്ച് നമ്മുടെ അവിടുത്തെ ചെറുക്കന്മാരൊക്കെ ഇവിടെ നിന്ന് കുളിക്കാൻ വന്നിട്ടുണ്ട്. സൂം ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല, നോക്കാം. ആണ്ടേ പിന്നെ നമ്മുടെ വണ്ടി ആണ്ടേ, രാധയും കൃഷ്ണനും ഇതായിരിക്കുന്നു. എൻ്റെ രാധയും ബിജോയുടെ കൃഷ്ണനും. രാധേനെ ഒന്ന് കുളിപ്പിക്കണം, അതാണ് പരിപാടി. ഈ രാധേനെ ഒന്ന് കുളിപ്പിക്കണം, ആ കൃഷ്ണനെ ഒന്ന് കുളിപ്പിക്കണം, രാധാകൃഷ്ണനെ ഒന്ന് കുളിപ്പിക്കണം. അപ്പോൾ ഫുള്ള് എന്താ പറയുന്നത്, ചെയിൻ സോക്കറ്റൊക്കെ ഇപ്പോൾ മാറിയതുള്ളൂ വണ്ടിയുടെ. ഫുള്ള് പൊടിയും കാര്യങ്ങളൊക്കെ. ഈ ഇടയ്ക്ക് ഞാൻ വന്നത് അവിടെ കഴുകണമെന്നും പറഞ്ഞു, പക്ഷേ നടന്നില്ല. കഴുകണമെന്ന് പറഞ്ഞ് വന്നിട്ട് എനിക്കന്ന് കഴുകാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. ഇന്നെന്തായാലും കഴുകണം. ഇന്ന് അതിൻ്റെ ക്ഷീണം എനിക്ക് മാറണം. വണ്ടി കഴുകി സെറ്റാക്കിയാൽ പറ്റി. പെങ്കൊച്ചിനെ കഴുകി സെറ്റാക്കണം. ഗൈസ്, ഈ മിറർ എടുത്ത് മാറ്റിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും, നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയണം. ഞാൻ ഈ മിറർ ഇങ്ങനെ മാറ്റുന്നതായിരിക്കും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ പെറ്റിയായിരിക്കും, എന്നാലും കുഴപ്പമില്ല. ഞാൻ മിറർ ഇങ്ങനെ മാറ്റുന്നതിന് ചിന്തിക്കുന്നുണ്ട്. മിറർ മാറ്റുന്നതിന് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായിട്ടൊന്ന് പറയണേ. മിറർ മാറണം. പിന്നെ ഈ ഫ്രണ്ട് ഹെഡ്ലൈറ്റിനകത്തിരിക്കുന്ന റെഡ് ലൈറ്റ് അതും എടുത്ത് മാറണം. അതാണ് ഇനിയുള്ള പരിപാടി. ആ ഡൂമ് മൊത്തം പോയി. ഡൂമ് മൊത്തം ഞാൻ കാണിച്ചിട്ടാണ്. അങ്ങനെ കണ്ടോ, ഡൂമ് മൊത്തം അങ്ങ് എന്തോ പറയുന്നത്
ഇത് പൊരിഞ്ഞളവ് കണക്ക്. അതിൻ്റെ അകത്തുള്ള ഇതെല്ലാം പോയി ഉണ്ടോ, അകത്ത് മൊത്തം ഇതായി കിടക്കുക. പക്ഷേ അത് ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് എൻ്റെ വണ്ടിക്കകത്തുള്ള ബൾബല്ല, എൻ്റെ ബൾബ് പൊട്ടിപ്പോയപ്പോഴത്തേക്കും ഇത് സ്കൂൾ ബസ്സിൻ്റെ ബൾബാണ് എടുത്തിട്ടേക്കുന്നത് ഞങ്ങൾ. അപ്പോൾ ഇനി ബാക്കി വണ്ടി കഴുകിയിട്ടൊക്കെ കാണാം. ശരി. ഗൈസ്, കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കുളിയും ദേവരെല്ലാം കഴിഞ്ഞാണ്ട് നമ്മുടെ ചെറുക്കൻ നടപ്പിച്ചുകൊണ്ട് നമ്മുടെ ഒരു ചേട്ടച്ചാരും വേണ്ട അന്ന് നമ്മുടെ വീഡിയോ വന്ന ചെറുക്കനും അവൻ്റെ അച്ഛനാണ് അവരുടെ പട്ടിയും കൊണ്ടുവന്ന് ഇരിക്കുന്നു. അപ്പോൾ വണ്ടിയൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. വണ്ടിയൊക്കെ ഫുള്ള് കഴുകി സെറ്റാക്കി കണ്ടുകൂടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഭയങ്കര വെയിലാണ് കേട്ടോ, അതേ ഉള്ള വിഷയം. ആണ് നോക്കതായിരിക്കുന്നു. പേരടക്കി മാറ്റിയതാണ്. ഇവിടെ പേരുണ്ടായിരുന്നു, അത് ടാങ്കിൻ്റെ ആണ്ട് ഇവിടെ പേരുണ്ടായിരുന്നു, എടുത്ത് മാറ്റിയ പിന്നെ ഒന്നുകൂടെ പേരടിക്കണം. അപ്പോൾ വണ്ടിയൊക്കെ സെറ്റാക്കി കഴുകാണ്ടല്ല, 2 വണ്ടി സെറ്റാക്കി കഴുകി സെറ്റാക്കി വെച്ചത്. അപ്പോൾ ഇനി ഇന്നത്തെ പ്രോഗ്രാം കാര്യങ്ങൾ കഴിഞ്ഞു. ഡെയിലി എത്ര ദിവസമുള്ള വീഡിയോ, ഒരു ദിവസം ഇങ്ങനെ പോകുന്ന ആ ഒരു രീതിയിൽ നമ്മൾ ഒരു ദിവസത്തെ വീഡിയോ ആയിട്ട് എടുത്തു കഴിഞ്ഞു. പിന്നെ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് നല്ലൊരു വീഡിയോ സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെന്തോ അതിൻ്റെ ചാനൽ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നത് പുതിയ ചാനലാണ്. എല്ലാവരും നമ്മുടെ സ്റ്റോറീസ് എന്നാണ് എൻ്റെ ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതിൽ കൂടി വന്നിട്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്.